ഓരോ രാശിക്കും ഓരോ വാസസ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ അത് വെച്ച് നമുക്ക് ഒരു കാഞ്ഞുപോയ വസ്തുക്കളൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ പ്രശ്നശാസ്ത്രത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മൾ തന്നെ വീട് എവിടെ വെക്കാം അങ്ങനെയൊക്കെ കാണാനും ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ മേടത്തിന് വനം, പർവ്വതം, ആടുകൾ മേയുന്ന കുന്നിൻപുറങ്ങളും വനപ്രദേശങ്ങളും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇടവത്തിന് കൃഷിഭൂമി, പശുത്തൊഴുത്ത്, കൃഷിയിടങ്ങൾ, പശുക്കൾ വസിക്കുന്ന ഇടങ്ങൾ, ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം. മിഥുനത്തിന് വിനോദശാലകൾ, കിടപ്പറ, ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂതാട്ട കേന്ദ്രങ്ങൾ, വിനോദ സ്ഥലങ്ങൾ, ശയനമുറികൾ, കലകൾ അഭ്യസിക്കുന്ന ഇടങ്ങൾ. കർക്കിടകൻ രാശി ഒരു ജലരാശിയല്ലേ, അതുകൊണ്ട് തന്നെ ജലാശയങ്ങൾ, അതായത് കുളങ്ങൾ, കിണറുകൾ, നദീതീരങ്ങൾ തുടങ്ങിയ വെള്ളമുള്ള സ്ഥലങ്ങൾ. ഇനി ചിങ്ങൻ രാശിക്ക് ഗുഹകൾ അല്ലെങ്കിൽ വനമാണ് കൊടുത്തിരിക്കുന്നത്. സിംഹങ്ങൾ വസിക്കുന്ന കാടുകൾ, പർവ്വത ഗുഹകൾ, വിജനമായ പ്രദേശങ്ങൾ. ഇനി കന്നിക്ക് പുൽമേടുകൾ, ജലസമീപം, പച്ചപ്പുള്ള സ്ഥലങ്ങൾ, സ്ത്രീകൾ വിനോദത്തിൽ ഏർപ്പെടുന്ന ഇടങ്ങൾ, ജലാശയത്തിന് അടുത്തുള്ള പറമ്പുകൾ. അതിന്റെ ചിഹ്നം ത്രാസല്ലേ, അതുകൊണ്ട് തന്നെ കച്ചവട കേന്ദ്രങ്ങൾ, അങ്ങാടികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ചരക്കുകൾ തൂക്കി വിൽക്കുന്ന സ്ഥലങ്ങൾ ഇവ. പിന്നെ വൃശ്ചികം ഒരു രഹസ്യ സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ മാളങ്ങൾ, കുഴികൾ, പാമ്പുകളും തേളുകളും വസിക്കുന്ന മാളങ്ങൾ, ഇരുട്ടറകൾ, കുഴികൾ. ഇനിയും ധനുസിന്റെ ധനു യുദ്ധഭൂമി, അശ്വശാല, കുതിരാലയങ്ങൾ, ആയുധപ്പുരകൾ, രാജകൊട്ടാരങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ. ഇനി മകരത്തിന് കാട്, ചതുപ്പ് നിലങ്ങൾ, കാടുകൾ, വെള്ളം കുറവുള്ള ചതുപ്പ് നിലങ്ങൾ, നദികളുടെ താഴ്വരകൾ. ഇനിയും കുംഭം പേര് സൂചിപ്പിക്കുന്നത് തന്നെ ജലപാത്രങ്ങൾ സൂക്ഷിക്കുന്ന ഇടം, കുടങ്ങളും പാത്രങ്ങളും വെക്കുന്ന സ്ഥലങ്ങൾ, മദ്യശാലകൾ, ചൂതാട്ട കേന്ദ്രങ്ങൾ. ഇനി മീനത്തിന് സമുദ്രം, പുണ്യനദികൾ, ആഴക്കടലുകൾ, പുണ്യ തീർത്ഥങ്ങൾ, വലിയ ജലാശയങ്ങൾ. ഇത് കൂടുതൽ പ്രശ്നശാസ്ത്രത്തിലാണ് ഉപയോഗിക്കാറെങ്കിലും നമ്മൾ നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ വാസസ്ഥലമൊക്കെ കണ്ടുപിടിക്കുന്നതിന് കൂടുതലും ഗുരുഗ്രഹത്തിന്റെ സ്ഥാനം നോക്കിയിട്ട് അതെവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ച് നമ്മുടെ വാസസ്ഥലം കണ്ടുപിടിക്കാറുണ്ട്. അത് പിന്നീട് വിശദമായിട്ട് പറയുന്നതായിരിക്കും.